ലോക്സഭയിൽ കൂടുതൽ എംപിമാരെ സസ്പെൻഡ് ചെയ്തു. ഇന്ന് നടപടിയെടുത്തത് 49 പ്രതിപക്ഷ എംപിമാർക്കെതിരെയാണ്. സഭയിലെ മോശം പെരുമാറ്റത്തെ തുടർന്നാണ് സഭാ അധ്യക്ഷന്റെ നടപടി. ശശി തരൂരും അടൂർ പ്രകാശും അടക്കമുള്ളവർക്കാണ് സസ്പെൻഷൻ. ഇരു സഭകളിലുമായി ഇതുവരെ 141 എംപിമാരാണ് സസ്പെൻഷൻ നടപടി നേരിട്ടത്. എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി. നന്ദഗോപൻ, ഇന്നും ലോക്സഭയിലും രാജ്യസഭയിലും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. കഴിഞ്ഞ ദിവസവും എംപിമാരെ സസ്പെൻഡ് ചെയ്തു, ഇന്നും എംപിമാരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ പ്രതിപക്ഷം അവശേഷിക്കാത്ത രീതിയിലേക്ക് സഭാ നടപടികൾ പുരോഗമിക്കേണ്ട സാഹചര്യത്തിലേക്ക് നീങ്ങും. വിഷ്ണു, പാർലമെന്റിൽ നടന്ന അതിക്രമത്തിൽ പ്രതിഷേധിക്കുന്നു എന്ന വ്യാജേനയാണ് പാർലമെന്റിന്റെ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന രീതി പ്രതിപക്ഷം തുടരുന്നത്. അങ്ങനെ നിരന്തരം സഭ തടസ്സപ്പെടുത്തിയ 49 എംപിമാരെയാണ് ഇന്ന് ലോക്സഭയിൽ നിന്നും സഭാ അധ്യക്ഷൻ ഓം ബിർള സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഇതോടെ 95 എംപിമാർ ഇതുവരെ ലോക്സഭയിൽ സസ്പെൻഷൻ നടപടികൾ നേരിട്ടു. കൂടാതെ രാജ്യസഭയിൽ 46 എംപിമാരെ നേരത്തെ തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ മൊത്തം 141 എംപിമാർ ഇരുസഭകളിൽ നിന്നുമായി ഇതിനോടകം തന്നെ സസ്പെൻഷൻ നടപടികൾ നേരിട്ടു. നേരത്തെ തന്നെ, അതായത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം ഈ പാർലമെന്റ് അതിക്രമത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ആഭ്യന്തരമന്ത്രി കൂടിയായ അമിത്ഷാ രാജിവെക്കണം, ഒപ്പം തന്നെ ഈ അക്രമികൾക്ക് പാസ് അനുവദിച്ചു എന്ന് പറയുന്ന BJPയുടെ MP-ക്ക് മേൽ നടപടി ഉണ്ടാകണം എന്നീ രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധമെന്ന പേരിൽ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നത്. പ്രധാനപ്പെട്ട സുപ്രധാന ബില്ലുകളാണ് ഈ പാർലമെന്റ് ഈ ഒരു വിന്റർ സെക്ഷനിൽ കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ അതിന്മേലുള്ള ചർച്ചകളിലൊന്നും തന്നെ പങ്കെടുക്കാതെ ഈ അതിക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ സഭാ നടപടികൾ നിരന്തരം തടസ്സപ്പെടുത്തുവാനുള്ള ശ്രമമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ സ്പീക്കർ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അതായത് ഇത് സംബന്ധിച്ചൊരു ഈ പാർലമെന്റ് അതിക്രമം സംബന്ധിച്ചൊരു ത്രിതല അന്വേഷണം ഇതിനോടകം തന്നെ നടക്കുന്നുണ്ട്. ഇന്റലിജൻസ് ബ്യൂറോ ഇത് അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ CRPFന്റെ DG തന്നെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് ഈ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ തന്നെ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലിൽ ഒരു DCPയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ഇങ്ങനെ ത്രിതല അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഈ കുറ്റവാളികൾ ഒരു തരത്തിലും രക്ഷപ്പെടാൻ അനുവദിക്കില്ല. മാത്രമല്ല, ഇവരെ സഹായിച്ചവർ ഉൾപ്പെടെ അഴിക്കുള്ളിലാകുന്ന സാഹചര്യമുണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ സ്പീക്കർ വ്യക്തമാക്കിയതാണ്. എന്നാൽ അതിനൊന്നും തന്നെ ചെവി കൊടുക്കാതെ പ്രതിഷേധമെന്ന വ്യാജേനെ നിരന്തരം സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇത്തരം സുപ്രധാന ബില്ലുകൾ വരുമ്പോൾ അതിന്മേൽ ചർച്ചയിൽ പങ്കെടുക്കാതെ, മാത്രമല്ല അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ആ സഭാ നടപടികൾ മുഴുവൻ തടസ്സപ്പെടുത്തുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അങ്ങനെയാണ് 141 പേർ സസ്പെൻഷൻ നടപടികൾ നേരിട്ടത്. ഈ സസ്പെൻഷനിലായവരിൽ കേരളത്തിൽ നിന്നുമുള്ള ശശി തരൂർ, അതേപോലെ തന്നെ അടൂർ പ്രകാശ്, സുപ്രിയ സുലെ, മനീഷ് തിവാരി, MD ഫൈസൽ, കാർത്തി ചിദംബരം, അതേപോലെ തന്നെ ഡിംപിൾ യാദവ്, ഡാനിഷ് അലി അടക്കമുള്ള എംപിമാർക്കാണ് ഇന്നിപ്പോൾ സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ കൂടുതൽ എംപിമാർക്കെതിരെ സസ്പെൻഷൻ നടപടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളും അറിയാൻ കഴിയുന്നു. അതായത് പ്രതിഷേധമെന്ന വ്യാജേനയെ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന രീതി വരും ദിവസങ്ങളിലും ഒരുപക്ഷെ പ്രതിപക്ഷം തുടരുവാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഇതിനിടയിൽ ഈ സസ്പെൻഷനിലായ എംപിമാരൊക്കെ തന്നെ ഈ സഭാ കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയുണ്ടായിരുന്നു. അതിനിടയിൽ TMCയുടെ MP, രാജ്യത്തിൻ്റെ വൈസ് പ്രസിഡന്റും അതേപോലെ തന്നെ രാജ്യസഭാ അധ്യക്ഷനെയും കളിയാക്കിക്കൊണ്ട് ഒരു വീഡിയോ ചിത്രീകരിച്ചു. ഇതിനെതിരെ വലിയ പ്രതിഷേധം ഇതിനോടകം തന്നെ BJPയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല, ജനാധിപത്യ രീതിയെല്ലാം തന്നെ അട്ടിമറിക്കുന്ന പ്രവർത്തനമാണ് ഈ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതെന്നുള്ള വിമർശനം BJPയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. രാവിലെ BJPയുടെ പാർലമെന്ററി പാർട്ടി യോഗം കൂടി. അതിലും അതോടൊപ്പം തന്നെ ഈ എടുത്തു പറയേണ്ടത്, കഴിഞ്ഞ ദിവസം ലോക്സഭാ സ്പീക്കർ എല്ലാ എംപിമാർക്കും ഇതുമായി ബന്ധപ്പെട്ട് കത്തയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ അതിക്രമത്തെ ഒറ്റക്കെട്ടായി അപലപിക്കണം, അതിൽ പ്രതിഷേധം ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യമല്ല, ഒറ്റക്കെട്ടായി നേരിടുകയാണ് വേണ്ടത് എന്നുള്ളതാണ് സ്പീക്കർ അടക്കം പറഞ്ഞത്. പക്ഷേ ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോഴും പ്രതിപക്ഷം. പാർലമെന്റിന്റെ ഇരു സഭകളിലും പ്ലക്കാർഡുകളുമേന്തി വലിയ പ്രതിഷേധം വീണ്ടും പ്രതിപക്ഷം ഉയർത്തുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത്.
വിഷ്ണു സൂചിപ്പിച്ച പോലെ തന്നെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഉദ്ദേശം. പ്രത്യേകിച്ച് 3 സംസ്ഥാനങ്ങളിലുണ്ടായ കനത്ത പരാജയം, ആ ഒരു പരാജയത്തിൻ്റെ ക്ഷീണം മറച്ചു വെക്കുവാൻ വേണ്ടി പ്രതിപക്ഷത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയല്ലാതെ മറ്റു പോംവഴികളില്ല. മാത്രമല്ല, അടുത്ത വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. സർക്കാരിന് BJP സർക്കാരിനെതിരെ ഉന്നയിക്കുവാൻ വേണ്ടി ആക്ഷേപങ്ങളോ ആരോപണങ്ങളോ അല്ലെങ്കിൽ അഴിമതി കഥകളോ ഒന്നും തന്നെ പ്രതിപക്ഷത്തിൻ്റെ പക്കലില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു പാർലമെൻറ്റിൽ നടന്ന ഈ അതിക്രമം അത് വീണ് കിട്ടിയത്. അത് പരമാവധി ഉപയോഗിക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ കോൺഗ്രസ് അടക്കമുള്ള INDA മുന്നണി ഇപ്പോൾ ആ ഒരു നടപടിയാണ് അവർ സ്വീകരിച്ചു പോരുന്നത്. മാത്രമല്ല, ഇതിനോടകം തന്നെ കോൺഗ്രസിൻ്റെ പ്രത്യേക യോഗം ചേർന്ന് ഇതിനെ പരമാവധി ഇതിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തണമെന്നുള്ള നിർദ്ദേശം MP-മാർക്ക് നൽകി. ആ ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് INDA സഖ്യത്തിലെ കക്ഷികൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമെന്ന വ്യാജേന സഭാ നടപടികൾ തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത്. സഭയുടെ നടുത്തളത്തിലിറങ്ങി സ്പീക്കർക്കോ അല്ലെങ്കിൽ മറ്റ് അംഗങ്ങൾക്കോ ഒന്നും തന്നെ സംസാരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ രീതിയിലുള്ള വാക്പോരുകൾ, അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങളൊക്കെ തന്നെ നടക്കുകയാണ്. പ്രത്യേകിച്ച് വലിയ ബഹളം വെച്ചുകൊണ്ട് സഭാ നടപടികൾ പൂർണ്ണമായും സ്തംഭിപ്പിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അങ്ങനെ പലതവണ സഭാ നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കേണ്ട സാഹചര്യം പോലും ഉണ്ടായി. ഒടുവിൽ മറ്റ് പോംവഴികളില്ലാതെയാണ് ഇന്നിപ്പോൾ 49 MP-മാർക്ക് സസ്പെൻഷൻ നടപടികൾ നേരിട്ടത്. അങ്ങനെ 141 പേർ ഈ ഒരു വിന്റർ സെഷനിൽ സസ്പെൻഷൻ നടപടികൾ നേരിട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിഷ്ണു. നന്ദഗോപൻ, അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, BJPയുടെ പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ചേർന്നിരുന്നു. അതിൽ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ ഏറ്റവും ശ്രദ്ധേയമായതാണ്. പ്രതിപക്ഷം ഈ പാർലമെന്റ് അതിക്രമത്തെ അവസരമാക്കി മാറ്റുകയാണ്, പ്രതിപക്ഷം ഈ അക്രമത്തെ പിന്തുണയ്ക്കുകയാണ്, പ്രതിപക്ഷ നടപടി അതിക്രമത്തെക്കാൾ ഭയാനകമാണ്, ഗൗരവതരമാണ് എന്നുള്ളതാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഇന്ന് ഈയൊരു പ്രതിപക്ഷത്തിൻ്റെ ഇത്തരം പ്രവർത്തികളുടെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് BJPയുടെ പാർലമെൻ്ററി പാർട്ടി യോഗം കൂടിയത്. ഈ യോഗത്തിൽ പ്രധാനമന്ത്രി അധ്യക്ഷത വഹിച്ചു. അദ്ദേഹം അംഗങ്ങളോട് പ്രത്യേകം എടുത്തു പറഞ്ഞത്, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരൊക്കെ തന്നെ ഈ പാർലമെൻറ്റിൽ നടന്ന അതിക്രമത്തെ അപലപിച്ചു. എന്നാൽ ഈ അതിക്രമത്തിനേക്കാളും വലിയ രൂക്ഷമായ ഭാഷയിലാണ് അതിനെ പിന്തുണച്ചുകൊണ്ട് ഈ കോൺഗ്രസിൻ്റെ അടക്കമുള്ള പ്രതിപക്ഷ MP-മാർ രംഗത്തെത്തുന്നത് എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഇന്ന് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്. മാത്രമല്ല, ഈ ജനാധിപത്യ മൂല്യങ്ങളെല്ലാം തന്നെ തകിടം മറയ്ക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ പാർലമെന്റിനകത്ത് നടക്കുമ്പോൾ BJPയുടെ MP-മാർ സംയമനം പാലിക്കണമെന്നുള്ള കാര്യവും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു ബഹളം അല്ലെങ്കിൽ ഇത്തരം സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നതെന്നും ഇന്ന് പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. ഇതിനെല്ലാം ഉപരി തന്നെ അടുത്ത വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇപ്പോൾ ഈ പ്രതിപക്ഷ MP-മാർ സഭയ്ക്കുള്ളിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സഭയ്ക്കുള്ളിൽ നടത്തുന്ന കോലാഹലങ്ങൾ അത് അടുത്ത ലോക്സഭയിലേക്ക് പ്രതിപക്ഷ MP-മാരുടെ എണ്ണം കുറയ്ക്കുവാൻ അത് കാരണമാകും. ജനങ്ങൾ ഇതെല്ലാം കൃത്യമായി തന്നെ കണ്ടുകൊണ്ട് വീക്ഷിക്കുകയാണ് എന്നുള്ള കാര്യം പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. മാത്രമല്ല, ഈ പ്രതിഷേധിക്കുന്ന MP-മാർ അവരവരുടെ മണ്ഡലങ്ങളിലെത്തി വികസന പ്രവർത്തനങ്ങളൊന്ന് വീക്ഷിക്കണമെന്നുള്ള കാര്യവും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. അങ്ങനെ രൂക്ഷമായ വിമർശനം, ശക്തമായ ഭാഷയിലാണ് പ്രധാനമന്ത്രി ഇന്ന് പ്രതിപക്ഷത്തെ വിമർശിച്ചത്. ഒപ്പം തന്നെ BJP MP-മാർക്ക് സംയമനം പാലിക്കണമെന്നുള്ള നിർദ്ദേശവും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു.